ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ട്രേഡ് വിത്ത് ടീലിയ എന്നുള്ള ചാനൽ ഇന്ന്, അതായത് മാർച്ച് 3 ഒരു 7:15 വൈകുന്നേരം ഒരു 7:15 നമ്മളൊരു ബിറ്റ് കോയിൻ്റെ ബിയറി സൈഡിലേക്കുള്ള, അതായത് ഡൗൺ സൈഡിലേക്കുള്ള ഒരു ട്രേഡ് പ്ലാൻ നമ്മൾ ഷെയർ ചെയ്തിരുന്നു. അവിടുന്ന് നമ്മൾ വിചാരിച്ച പോലെ തന്നെ, നമ്മുടെ അനാലിസിസ് പോലെ തന്നെ നമുക്ക് പ്രോപ്പറായിട്ടൊരു ഏകദേശം ഒരു മോർ ദാൻ 3000 പോയിൻറ്റിൻ്റെ അവിടുന്ന് ഫോള് നമുക്ക് കിട്ടിയിരുന്നു. സോ നമ്മൾ ഇത് കണക്ക് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്ന ലെവൽസ്, അതായത് ഗ്രൂപ്പിൽ നിങ്ങൾ മെമ്പർ ആണെന്നുണ്ടെങ്കിൽ ഈ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന ഈ ലെവൽസ് വെച്ച് നിങ്ങൾക്ക് എങ്ങനെ ഒരു ബിറ്റ് കോയിനിലോ അല്ലെങ്കിൽ നമ്മൾ ഷെയർ ചെയ്യുന്ന സ്ക്രിപ്റ്റിൽ എങ്ങനെ ഒരു ട്രേഡ് പ്ലാൻ സെറ്റ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ അവിടുന്ന് ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി എങ്ങനെ കണ്ടെത്താം എന്നതാണ് ഞാൻ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചാർട്ടിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾ ഈ ട്രേഡ് വിത്ത് ഡീലിയോ എന്നുള്ള ചാനലിൽ മെമ്പർ അല്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനലൊന്ന് ചെക്ക് ചെയ്യുക. ഞാൻ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തത് ഒരു 2 hour ടൈം ഫ്രെയിമിൻ്റെ അനാലിസിസ് ആയിരുന്നു. അതായത് നമ്മളിപ്പം SMC പ്രകാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് എനിക്കിവിടെ കിട്ടുന്നത് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ അകത്തുള്ള ഒരു സ്പെസിഫിക് ഏരിയയാണ് ഞാൻ റെസിസ്റ്റൻസ് സോണെന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്, റൈറ്റ്. അപ്പോൾ ഞാൻ ഈ ഒരു 2 hour ക്യാൻഡിൽ തുടങ്ങുന്നതിന് മുമ്പ്, അതായത് ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ മാർക്കറ്റിൽ ക്ലോസ് ആയ സമയത്താണ് ഇവിടുന്ന് ഒരു റിവേഴ്സൽ പറഞ്ഞിരുന്നത്. പ്രൈസ് ആക്ഷൻ പ്രകാരം നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് എന്താണ് പ്രീവിയസ് ഒരു സോണൊക്കെ ബ്രേക്ക് ചെയ്ത് അപ്സൈഡിലേക്ക് നിൽക്കുന്നത്. അപ്പം ഒരു ബുള്ളിഷ് ക്യാൻഡിൽ നിങ്ങൾക്ക് റിവേഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടെത്തുന്ന ലെവൽസ് അത്രയ്ക്കും സ്ട്രോങ് ആയിരിക്കണം, റൈറ്റ്. അപ്പം ഞാനിങ്ങനൊരു ലെവൽ പോസ്റ്റ് ചെയ്തു. എൻ്റെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് പ്രീവിയസ് സ്വിങ്ങിൻ്റെ ലോ, അതായത് ഇവിടെ കിടക്കുന്ന ലിക്വിഡിറ്റിയാണ് ഞാനൊരു ടാർഗറ്റായിട്ട് കൊടുത്തത്. സോ ലെവൽസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഇനി അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, കൺഫേം ലെവൽ ഇതൊരു സ്മാർട്ട് മണി ലെവലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നേരെ ഒരു 1 minute ടൈം ഫ്രെയിമിലേക്ക് പോകാം. ഇനി ആ ഒരു ട്രേഡും ആ ഒരു പ്ലാനും നമുക്ക് ആക്റ്റീവ് ആകണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ എന്ത് കാണണം? ആദ്യം തന്നെ നമുക്ക് മാർക്കറ്റ് ബുള്ളിഷായിട്ട് നിൽക്കുന്നൊരു മാർക്കറ്റ് ബിയറിഷിൽ കൺവേർട്ട് ആയെന്നുള്ള കൺഫർമേഷൻ നമുക്ക് കിട്ടണം. ആ കൺഫർമേഷൻ കിട്ടുന്ന എപ്പോഴും എങ്ങനെയാണ്? അതായത് ഒരു സ്മാർട്ട് മണിയുടെ ഒരു റെസിസ്റ്റൻസ് ലെവൽ മാർക്കറ്റ് ടാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിൽ എന്ത് വരണം? ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് വരണം. അതായത് അപ്സൈഡിലേക്ക് പോകുന്ന ഒരു മാർക്കറ്റ്, അതിൻ്റെ ഒരു സ്ട്രക്ചർ നമുക്ക് അപ്സൈഡിലേക്ക് വരക്കാം. ഞാൻ ഓൾറെഡി സ്ട്രക്ചർ മാപ്പിങ്ങിൻ്റെ വീഡിയോ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, ചാനലിൽ, യൂട്യൂബ് ചാനൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. സ്ട്രക്ചർ മാപ്പിംഗ് വരക്കാൻ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ റെഫർ ചെയ്തിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് ഈ കൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. സോ ഇവിടെ ഒരു അപ്സൈഡ് പോയിട്ട് ഇത് ഡൗൺ സൈഡ് വന്നിട്ട് ഇതാണ് മാർക്കറ്റിൽ ആ ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ആയിരിക്കുന്നത്. സോ മാർക്കറ്റിൽ വന്നിരിക്കുന്ന ഒരു ലേറ്റസ്റ്റ് സ്വിങ് എന്ന് പറയുന്നത് ഏതാണ്? ഇതാണ്, റൈറ്റ്. ഇതാണ് ആ മാർക്കറ്റിൽ വന്നിരിക്കുന്ന ലേറ്റസ്റ്റ് സ്വിങ്. സോ ഇതൊരു സ്മാർട്ട് മണി ലെവൽ ആണെന്നുണ്ടെങ്കിൽ, അതായത് മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്യുന്ന ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ ഇപ്പോഴും സെല്ലേഴ്സ് പ്രോപ്പറായിട്ട് ആക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു അപ്സൈഡിലേക്ക് വരുന്നൊരു ട്രെൻഡിന് എന്ത് ചെയ്യാം? റിവേഴ്സൽ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു ഫസ്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ, ഇല്ല ഫസ്റ്റ് കൺഫർമേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? മാർക്കറ്റിൽ ക്രിയേറ്റഡ് ആയിട്ടുള്ള ഇവിടെ ഹയർ ലോസ് ക്രിയേറ്റ് ചെയ്ത് വരുന്നുണ്ടല്ലോ, ഇതിന് എന്ത് ചെയ്യണം? മാർക്കറ്റ് ബ്രേക്ക് ചെയ്യണം. ഈ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാത്ത അത്രയും കാലം നമുക്കൊരിക്കലും ആ ഒരു ട്രേഡിന് ഡൗൺ സൈഡ് ബിയറിഷിലേക്ക് നമുക്ക് കൺഫർമേഷൻ എടുക്കാൻ പറ്റത്തില്ല, റൈറ്റ്. സോ ഇവിടെ നിന്ന് ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ പറ്റുന്നത് പറഞ്ഞാൽ ഇവർ ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഒക്കെ കണ്ടിട്ട്, അതായത് ഇവിടെ നിന്ന് ഡൗൺ സൈഡിലേക്ക് വന്നു, ഫെയർ വാല്യൂ ഗ്യാപ്പ് ക്രിയേറ്റ് ആയി. ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിന്ന് റിവേഴ്സൽ ട്രേഡ് എടുക്കും. അത് കഴിയുമ്പോൾ എന്ത് പറ്റും? മാർക്കറ്റ് അപ്സൈഡിലേക്ക് വന്നിട്ട് എന്ത് ചെയ്യും? നിങ്ങൾ കൂടുതലും നിങ്ങളുടെ ഒരു SL പ്ലേസ് ചെയ്തിരിക്കുന്നത് ഇവിടെ ആണെന്നുണ്ടെങ്കിൽ, ബഫർ കൊടുത്താണ് ചെയ്തിരിക്കുന്നതെങ്കിൽ കുഴപ്പമില്ല. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? ഈ ഒരു ഹൈ ആണ് നിങ്ങളുടെ ഒരു SL ആയിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്നതെങ്കിൽ എന്ത് പറ്റും? അത് മാർക്കറ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് റിവേഴ്സൽ പോകാനുള്ള സാധ്യതയുണ്ട്. സോ ഒരു ബെറ്റർ, അതായത് നിങ്ങളൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് SMC ഇല്ല പ്രൈസ് ആക്ഷൻ ബേസ്ഡ് ആണ് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എപ്പോഴും ഒരു കൺഫർമേഷൻ എടുക്കുന്നത് എപ്പോഴും ഒരു ട്രേഡിങ്ങിൽ ഒരു ബെറ്റർ ഐഡിയ ആയിരിക്കും. സോ ഞാൻ SMC പ്രകാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു ഫസ്റ്റ് കൺഫർമേഷൻ എന്ന് പറയുന്നത് ഈ മാർക്കറ്റ് സ്ട്രക്ചർ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കൺഫർമേഷൻ എടുക്കാൻ പറ്റുള്ളൂ. അതായത് അപ്സൈഡിലേക്ക് പോകുന്ന ആ ട്രെൻഡ് ഇപ്പോൾ എന്ത് ചെയ്തു? അത് റിവേഴ്സൽ ആകാനുള്ള ചാൻസ്, ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇൻഡിക്കേഷനാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക്, അതായത് അപ്സൈഡിലേക്ക് പോകുന്ന നമുക്ക് കിട്ടിയിട്ടുള്ള ബുള്ളിഷ് ഓർഡർ ബ്ലോക്കാണിത്. നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്കാണിത്, റൈറ്റ്. ഈ ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് ഇപ്പോൾ എന്തായി? മാർക്കറ്റ് നമുക്ക് ഇവിടുന്ന് അപ്സൈഡിലേക്ക് പോയി, നമുക്ക് ഇവിടെ നിന്നുള്ള ഹൈസൊക്കെ ബ്രേക്ക് ചെയ്തിട്ടാണ് അത് പോയിരിക്കുന്നത്, റൈറ്റ്. ഈ ഒരു ഹൈസ്
എല്ലാം ബ്രേക്ക് ചെയ്തു. അപ്പം നമ്മുടെ ഈ ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് നമ്മളൊരു ബിയറിഷ് ട്രെൻഡിനാണ് നമ്മുടെ ഒരു ആൻറ്റിസിപ്പേഷൻ, നമ്മളൊരു എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ബിയറിഷ് സെൻറ്റിമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടുന്നതോടൊപ്പം, മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ക്യാൻഡിൽ എന്ത് ചെയ്യണം, ക്ലോസ് ചെയ്യണം. അപ്പം ഈ ഒരു ക്യാൻഡിലാണ് നമുക്ക് അവിടെ എന്ത് ചെയ്തിരിക്കുന്നത്, ഒരു പ്രോപ്പറായിട്ട് ക്ലോസിങ് കിട്ടിയിരിക്കുന്നത്. റൈറ്റ്. ഈ ഒരു ക്യാൻഡിൽ ഇവിടെ ക്ലോസ് ചെയ്ത സമയത്ത് എന്താണ്, നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ടല്ലോ, ഇതും ബ്രേക്കായി. സോ ഇതിനെയാണ് നമ്മൾ ബ്രേക്കർ ബ്ലോക്ക് എന്ന് വിളിക്കുന്നത്. നിങ്ങൾക്ക് ബ്രേക്കർ ബ്ലോക്കും മിറ്റിഗേഷൻ ബ്ലോക്കും എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. സോ ഇതാണ് എൻ്റെ ഒരു ബ്രേക്കർ ബ്ലോക്ക് മാർക്കറ്റിൽ ക്രിയേറ്റ് ആയത്. അപ്പോൾ ഈ ഒരു ബ്രേക്കർ ബ്ലോക്ക് നമുക്ക് കൺഫേം ആക്കുന്നത് എന്താണ്, ഓക്കെ മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് വന്നു, ബുള്ളിഷായിട്ട് നിന്നിരുന്ന ഒരു ഓർഡർ ബ്ലോക്കിനത് ബ്രേക്ക് ചെയ്ത് ഡൗൺ സൈഡിലേക്ക് വന്നു. ഇനി എന്താണ്, ഇനി എൻ്റെ ഇവിടുന്ന് ഒരു ട്രേഡ് എനിക്ക് ആക്റ്റീവ് ചെയ്യാൻ പറ്റും. ഇനി ഈ ബ്രേക്കർ ബ്ലോക്ക് മാർക്കറ്റിൽ സസ്റ്റെയിൻ ആകുന്നത് വരെ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഡൗൺ സൈഡിലേക്കുള്ളൊരു ട്രേഡ് നമ്മുടെ ഇപ്പോൾ ആക്റ്റീവ് ആണ്. സോ എൻ്റെ ഒരു എൻട്രി എന്ന് പറയുന്നത് എന്താണ്, തിരിച്ചൊന്ന് ടാപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ ഈ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പൊക്കെ മാർക്കറ്റിൽ ക്രിയേറ്റഡ് ആയിട്ടുണ്ട്. ഒന്നെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഇവിടുന്ന് നമുക്ക് ഇവിടുന്ന് ഒരു ട്രേഡ് എടുക്കാം. മാർക്കറ്റിൽ ആ ലിക്വിഡിറ്റി ഗ്രാഫൊക്കെ കഴിഞ്ഞ് വന്ന പോയിന്റ് ഇവിടെയാണ്. സോ ഒരു 500 പോയിന്റ് SL നമ്മുടെ ടാർഗറ്റ് ഓൾറെഡി എന്താണ്, ആ പ്രീവിയസ് ലോയുടെ ലിക്വിഡിറ്റി പോയിന്റ് ആണ്. ഇതും ഏകദേശം നമ്മുടെ ഒരു 2000 പോയിന്റോളമുള്ള ഫോളാണ്. സോ ഇത്രയും ഈ ഒരു 500 പോയിന്റ് നമ്മളൊരു കൺഫർമേഷന് വേണ്ടി കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു ഐഡിയ ആണ്. കാരണം നമ്മുടെ ഒരു ടാർഗറ്റ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 1:4 എന്നുള്ളൊരു റിസ്ക് റിവാർഡിൽ ട്രേഡിലൂടെ പ്രോപ്പറായിട്ട് കിട്ടുന്നുണ്ട്. നമ്മുടെ ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ ഏകദേശം ലിക്വിഡിറ്റി വന്ന് ടാപ്പ് ചെയ്യത്തില്ല, ലിക്വിഡിറ്റി താഴത്തേക്ക് പോയിട്ട് പ്രോപ്പറായിട്ട് ലിക്വിഡിറ്റി എടുത്തിട്ട് ഇത് വരത്തുള്ളൂ. സോ അങ്ങനെ ഒരു കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 1:4 എന്നുള്ള പ്രോപ്പർ റിസ്ക് റിവാർഡിൽ ആ ട്രേഡ് നമുക്ക് ചെയ്യാൻ പറ്റും. ക്ലിയർ? സോ നമ്മൾ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്ന ലെവൽസ് നിങ്ങൾക്ക് ഇങ്ങനെയാണ് ഒരു കൺഫർമേഷൻ എടുത്ത് നിങ്ങൾക്ക് തന്നെ ഈ ലെവൽസ് യൂസ്ഫുള്ളാക്കി എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള SMCയുടെ കൺസെപ്റ്റും ഈ എൻട്രി മൊഡ്യൂൾ അല്ലെങ്കിൽ പ്രൈസ് ആക്ഷൻ പാറ്റേൺസ് ഒക്കെ അറിയാവുന്നുണ്ടെങ്കിൽ, ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺ ഒക്കെ അറിയാവുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ ഒരു പ്രോപ്പറായിട്ടൊരു എൻട്രി സെറ്റപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്ന ഈ ലെവൽസ്, സ്മാർട്ട് മണി ലെവൽസ് നിങ്ങൾക്ക് യൂസ്ഫുള്ളാക്കി എടുക്കാവുന്നതാണ്. സോ ഈ ഒരു ട്രേഡ് എൻ്റെ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് മനസ്സിലായെന്ന് തോന്നുന്നു. കാര്യങ്ങൾ ഈ ലെവൽസ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്നുള്ളൊരു ഇത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി, എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഞായറാഴ്ച, അതായത് മാർച്ച് 9 സൺഡേ ഒരു 7 മണിക്കൊരു വെബിനാർ വെക്കുന്നുണ്ട്. അതിന് നമ്മൾ ഈ സ്മാർട്ട് മണി, അതായത് ഞാൻ ഈ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്ന സ്മാർട്ട് മണി റെസിസ്റ്റൻസ് സപ്പോർട്ട് ലെവലും, അതായത് പ്രോപ്പറായിട്ട് വരുന്ന റിവേഴ്സൽ, അതായത് നിങ്ങൾക്കൊരു ഒരു ഹൈ പ്രോബബിൾ എൻട്രി സെറ്റപ്പ് നോക്കാൻ പറ്റുന്ന ഏരിയാസ്, ഈ ലെവൽസ് ഐഡൻറ്റിഫൈ ചെയ്യുന്ന മെത്തേഡ് ഞാനതിൽ പ്രോപ്പറായിട്ട് പറയുന്നുണ്ട്. ഇത് ഞാൻ പേഴ്സണലായിട്ട് ഉപയോഗിക്കുന്നതാണ്, അല്ലാതെ ഒരു കോഴ്സ് സെല്ലിങ്ങിന് വേണ്ടിയോ അല്ലെങ്കിൽ നിങ്ങൾ 500 രൂപയെന്ന് കണ്ടിട്ട് ആ ഒരു രീതിയിലൊന്നും വിചാരിക്കേണ്ട. ഞാൻ ഉപയോഗിക്കുന്ന സെയിം മെത്തേഡ് തന്നെയാണ് ഞാനിതിൽ റിവീൽ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഞാനിതിന് ആരെയും ഫോഴ്സ് ഒന്നും ചെയ്യുന്നില്ല. റൈറ്റ്. ഇതെല്ലാവർക്കും ഒരു, നമ്മുടെ എല്ലാം എന്ന് പറയുന്ന ഒരു കാൽക്കുലേറ്റഡ് റിസ്ക് ആയിരിക്കണം. അപ്പോൾ ഒരു 500 രൂപ എന്ന് പറയുന്നത് എല്ലാവർക്കും അഫോർഡബിളായിട്ട് തോന്നിയത് കൊണ്ടാണ് ഈ ഒരു പ്രൈസ് ഞാൻ വെച്ചിരിക്കുന്നത്.